ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമിയെ കിട്ടിയ സന്തോഷത്തിൽ സംഗീത ഭൂമിയെയും കൊണ്ട് പോവുകയാണ്. സത്യദാസ് സാറ് നേരെ വന്നിട്ട് സ്റ്റേജിൽ വന്നിട്ട് നമ്മുടെ അച്ചുവേട്ടൻ്റെ കവിളത്ത് ആഞ്ഞൊന്ന് അടിക്കുകയാണ്. ആ ഒരു ഞെട്ടലോട് കൂടിയാണ് അച്ചുവേട്ടൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത്. സത്യത്തിൽ ഇത്രയും കണ്ടത് മുഴുവനും അച്ചുവേട്ടൻ കണ്ട സ്വപ്നങ്ങളായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഭവാനി ഇങ്ങനെ ഒരു ഗോഡൗണിൽ കമാലിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൾക്ക് നല്ല ടെൻഷനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കമാൽ അവിടേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് ഭവാനി കമാലിൻ്റെ അടുത്ത് നന്നായിട്ട് ചൂടാവുകയാണ്. താനിത് എവിടെയായിരുന്നിടോ, താൻ ചുറ്റി കറങ്ങി നടക്കുകയാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ താൻ എന്നെയും മകളെയും കൊല്ലേണ്ടി വരും. ഇന്ന് ഭൂമി വന്ന് എല്ലാവരെയും ക്ഷണിച്ചു, ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ തനിക്ക് വല്ലതും മനസ്സിലാവോ? എടോ, ഉച്ചയ്ക്ക് ഇന്ന് 1 മണിക്ക് അച്ഛനെ അവളിന്ന് കാട്ടിക്കൊടുക്കും. താൻ ബുദ്ധി ഉപയോഗിക്കുക. ഈ ഭൂമി അയാളുടെ മകളല്ലെന്നുള്ള കാര്യത്തിന് എന്തെങ്കിലും സംശയമുണ്ടോ? അന്നേരം കമാൽ പറയും, അതിൽ തർക്കമൊന്നുമില്ല, ഞാനാണല്ലോ അത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഭവാനി പറയണേ, അയാൾ എൻ്റെ നിന്ന് പല തവണ ഓടി രക്ഷപ്പെടാൻ നോക്കി. അയാൾക്ക് ഭൂമിയെ വേണമെന്നുണ്ടെങ്കിൽ അയാൾ ഇവിടെ ഇങ്ങനെ വന്ന് താമസിക്കുമോ? അയാൾ ഭൂമിയും കൊണ്ട് എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടുമോ? ഇന്നത്തെ ഫംഗ്ഷന് എന്തിന് സൗഭാഗ്യപുരത്തെ എല്ലാവരെയും ക്ഷണിച്ചു, സത്യദാസിനെ എന്തിന് പ്രത്യേകം ക്ഷണിച്ചു? അതാണ് ഡ്രാമ. ഇന്ന് 1 മണിക്ക് എൻ്റെയും മോളയുടെയും വിധി വരും. അതിനു മുമ്പ് ഇന്ന് 2ൻ്റെയും കഥ കഴിക്കണം എന്ന് പറയുമ്പോൾ കമാൽ പറയും, അത് നടക്കില്ല. ആ വീട്ടിലെ ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആളൊഴിഞ്ഞ ഒരു സമയം ഇനി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. ആലോചിക്കേണ്ട, എൻ്റെയും മോളുടെയും നെഞ്ചത്ത് 2 റീത്ത് കൊണ്ടുവയ്ക്ക്. എൻ്റെ കഷ്ടകാലത്തിനാണ് തന്നെ ഈ പണി ഏൽപ്പിച്ചത്. താനൊക്കെ എന്ത് കൊട്ടേഷൻ സംഘത്തിൻ്റെ ആളാടോ? ആ സംഘത്തിന് തന്നെ മാനക്കേട് വരുത്താൻ. എൻ്റെ മുന്നിൽ നിന്ന് താൻ കടന്നു പോടോ എന്ന് പറഞ്ഞിട്ട് കമാലിനെ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. എന്നിട്ട് ഭവാനി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, 22 വർഷം ഞാൻ കൊണ്ടു നടന്ന എൻ്റെ പ്രതികാരത്തിൻ്റെ അഗ്നി ഇപ്പോൾ കത്തിച്ചാമ്പലാവാൻ പോവുകയാണ് എന്നും വിചാരിച്ച് ആകെ കലി പൂണ്ട് നിൽക്കുകയാണ് ഭവാനി. പിന്നീട് കാണിക്കുന്നത് ഭൂമിയുടെ വീടാണ്. അവിടെ മാത്യു സാറ് ചെയറൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുന്നത് കാണുമ്പം ഭൂമി വന്നിട്ട് പറയും, മാത്യു സാറേ വേണ്ട, സാർ അവിടെ ഇരുന്നാൽ മതി. അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല മോളെ, എനിക്ക് പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി കേട്ടോ എന്ന് പറയുമ്പോഴേക്കും അച്ചുവേട്ടൻ വരും. അപ്പോൾ അച്ചുവേട്ടനെ കാണുമ്പോൾ മാത്യു സാറ് പറയും, ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന്. അപ്പോഴേക്കും ഉമ്മ കടന്നു വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഭൂമി വിളിച്ചിട്ട് പറയും, അമ്മേ അതേ ഉമ്മ വന്നു. ഉമ്മ രാവിലെ തന്നെ പോന്നോ? വേറെ എവിടെ പോകാനോ മോളെ, ഉമ്മയ്ക്ക് ആകെത്തോണ മോളല്ലേ. അപ്പോൾ അംബികേച്ചിയെ കാണുമ്പോൾ ഉമ്മ ചോദിക്കും, എന്താ പെട്ടെന്നൊരു ആഘോഷം? ഒന്നുമില്ല, ഇനിയും ചില കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല, അതുകൊണ്ടാ. അങ്ങനെ ഭൂമി കോഫി ഹൗസിലെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് ബാലേട്ടൻ ഇങ്ങനെ യൂണിഫോമിൽ കടന്നു വരുന്നത്. അങ്ങനെ ബാലേട്ടനെ കാണുമ്പോൾ ഭൂമി ചോദിക്കും, ബാലേട്ട എന്താ യൂണിഫോമിലൊക്കെ? അത് മോളെ, ഞാൻ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ബാലേട്ട ഉച്ചയ്ക്ക് വരില്ലേ? ഉച്ചയ്ക്ക് എങ്ങനെയെങ്കിലും വരാൻ നോക്കാം. അച്ചുവേട്ടൻ പറയും, ബാലൻ സാറ് വന്നതിൽ ഒരുപാട് സന്തോഷം. അംബികേച്ചി കൂടെ പറയാണ്, എനിക്കറിയായിരുന്നു ബാലൻ സാറ് വരുമെന്ന്. അന്നേരം ഭൂമിയുടെ ഫ്രണ്ട്സ് പറയും, ഭൂമി, ബാലൻ സാറ് ഏതോ കേസിൻ്റെ ക്ലൂ കണ്ടുപിടിക്കാൻ വന്നതാ. അപ്പോൾ ബാലേട്ടൻ, ഭൂമി 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഭൂമിയെ വിളിച്ചുകൊണ്ടാകാൻ പോകുമ്പോൾ പറയും, ആ ഇതത് തന്നെ. അങ്ങനെ ഭൂമിയോട് സംസാരിക്കാൻ നിൽക്കുന്നതിൻ്റെ ഇടയിലേക്കാണ് അജയ് വരുന്നത്. അങ്ങനെ ബാലൻ സാറിനെ കാണുമ്പം അജയ് ചോദിക്കും, താൻ ഡ്യൂട്ടിയിലല്ലേ? അതെ സർ, ഇവിടം വരെ വന്നപ്പോൾ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ വരെ കയറിയതാണ്. ഭൂമി, ഞാൻ ഉച്ചയ്ക്ക് വരാട്ടോ എന്ന് പറഞ്ഞു പോവും. അംബികേച്ചിയോട് ഭൂമി പറയും, അമ്മേ സാറിനൊരു ചായ വേണ്ട, എനിക്ക് ഉച്ചയ്ക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഭൂമി പറയും, സാറ് എപ്പോഴെങ്കിലും ഒന്ന് എത്തിയാൽ മതി. അപ്പോൾ അജയ് പറയാണ്, നോക്കിയാൽ പോരാ, വരണം. എന്തായാലും വരാം എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അച്ചുവേട്ടൻ അംബികേച്ചിനോട് പറയും, ദേ നോക്കി അംബികയെ, നമ്മുടെ മോള് എന്ത് പൊരുത്താ അവർ തമ്മിൽ. അത് കേൾക്കുമ്പം അംബികേച്ചി പറയും, എൻ്റെ മോള് ആരുടെ കൂടെ നിന്നാലും നല്ല പൊരുത്താ, പക്ഷേ ഇന്ന് ഉച്ച കഴിഞ്ഞാൽ അവൾ എൻ്റെ മോളല്ലാതാവും എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. അത് കാണുമ്പോൾ അച്ചുവേട്ടൻ വേഗം വന്നേന്നും പറഞ്ഞിട്ട് അംബികേച്ചീനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അകത്തെത്തുമ്പോൾ അംബികേച്ചി പൊട്ടിക്കരഞ്ഞിട്ട് പറയും, എനിക്ക് പറ്റണില്ല അച്ചുവേട്ടാ, എനിക്കിത് സഹിക്കാൻ പറ്റണില്ല, എന്നെക്കൊണ്ടൊന്നും ആവില്ല എന്നൊക്കെ പറയുമ്പോൾ അച്ചുവേട്ടൻ പറയും, താനൊന്ന് ക്ഷമിക്ക്, എങ്ങനെയെങ്കിലും 4 മണിക്കൂർ പിടിച്ച് നിന്നേ പറ്റൂ. തൽക്കാലം താൻ ഇവിടെ കിടക്ക്, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അംബികേച്ചീനെ അവിടെ കിടത്തുകയാണ്. എന്നിട്ട് അച്ചുവേട്ടൻ നേരെ ജനലിൻ്റെ അരികിൽ വന്നിട്ട് പൊട്ടിക്കരയാണ്.
രണ്ടുപേർക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഭൂമിക്ക് കോള് വരും. സിസ്റ്റർ വിളിക്കുന്നുണ്ടായിരിക്കും ഭൂമിയെ. ഭൂമി തൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ പരിഗണിച്ചു കേട്ടോ, ഇന്ന് തന്നെ വരണം, എന്തായാലും അതൊക്കെ ശരിയാക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഭൂമിയെ വിളിക്കുമ്പോൾ ഭൂമി പറയും ഞാനിപ്പോൾ തന്നെ ഉടനെ എത്താം സിസ്റ്റർ, ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞ് ഭൂമിക്ക് നല്ല സന്തോഷമാവുകയാണ്. അങ്ങനെ ഭൂമി അച്ചേട്ടനെ വിളിച്ചിട്ട് പറയും അച്ഛാ ഞാൻ ഒരിടം വരെ പോവാണേ, ഞാൻ 12 മണിക്ക് മുമ്പായിട്ട് എത്തും, ടെൻഷനൊന്നും വേണ്ട, ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ ഞാൻ നല്ലൊരു സമ്മാനം കൊണ്ടുവരുന്നുണ്ടേ എന്ന് പറഞ്ഞിട്ട് ഭൂമി പോവാൻ നിൽക്കുമ്പോൾ അച്ചേട്ടൻ പുറത്തേക്ക് വന്നിട്ട്, അച്ചേട്ടനും അംബികേച്ചി ഉണ്ടാവും, പുറത്തേക്ക് വന്നിട്ട് പറയും മോളെ അച്ഛനൊരു ഉമ്മ തന്നിട്ട് പോ മോളെ, തിരക്കായതുകൊണ്ടല്ലേ അച്ഛാ, ഞാൻ എന്തായാലും വന്നിട്ട് തരാം എന്നും പറഞ്ഞിട്ട് ഭൂമി സ്കൂട്ടി എടുത്ത് പോവാണ്. അച്ചേട്ടനും അംബികേച്ചിയും അവൾ പോയി കഴിഞ്ഞതിന് ശേഷവും പിന്നീട് ഇങ്ങനെ സങ്കടപ്പെടുക തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് ഭവാനി ഇങ്ങനെ ആരോടോ കാര്യമായിട്ട് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത് മുത്തശ്ശി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളിപ്പോൾ ആരോടാണ് ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് മുത്തശ്ശി അതൊക്കെ ശ്രദ്ധിക്കുന്നത്. ആ സമയത്ത് സംഗീത അവിടേക്ക് കടന്നു വരും. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കും അമ്മേ എപ്പോഴാണ് അമ്മേ നമ്മൾ പോവുക? 1 മണിക്കല്ലേ മോളെ ഫംഗ്ഷൻ വെച്ചത്, 12 മണിയാവുമ്പോഴെങ്കിലും നമ്മൾ പോവണ്ടേ? സാധാരണ ഇത്തരം ഫംഗ്ഷനൊന്നും അമ്മ പോവാറുള്ളതല്ലല്ലോ, ഇതെന്താ ഇപ്പം ഇങ്ങനെ ഒക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും ശരിയാണ്, ഞാനും അത് ആലോചിച്ചു, ഞാൻ ഇങ്ങനത്തെ ഫംഗ്ഷനൊന്നും പോവാറില്ലല്ലോ എന്ന്. പക്ഷേ ഭൂമിയെ എനിക്ക് അങ്ങനെയാണോ? അവളെൻ്റെ കൊച്ചുമോളെ പോലെ തന്നെയല്ലേ? അപ്പോൾ സംഗീത പറയും ഇനി ആ കൊച്ചുമോളെ ഇങ്ങോട്ടെങ്ങാനും വിളിച്ചുകൊണ്ട് വരുമോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുകയാണ്. ആ സമയത്ത് ഭവാനി കോളൊക്കെ കട്ട് ചെയ്ത് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ മുത്തശ്ശി ചോദിക്കും ആരാ ഭവാനി ഫോണിൽ കുറേ സമയമായല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതും അമ്മ ആ കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതാ. കേസിൻ്റെ കാര്യം തന്നെയാണോ അതോ മറ്റു ഗൂഢാലോചനയാണോ? എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. നീ ആ ഭൂമിയുടെ വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭവാനി പറയും എന്തിനാ അമ്മേ ഇത്തരം ആളുകളൊക്കെ ആയിട്ട് കൂട്ടുകൂടുന്നത്? അവൾ പഠിച്ച കള്ളിയാ, അവൾക്ക് എന്തോ കാര്യം സാധിച്ചെടുക്കാനുണ്ട്, അതിനാ അവളെ ഇങ്ങനെയൊക്കെ വിനയം അഭിനയിക്കുന്നത്. മുത്തശ്ശി ചോദിക്കും സംഗീത നിനക്ക് അങ്ങനെ തോന്നിയോ? ഇല്ലമ്മേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാണ് എനിക്ക് അവളെ സ്വന്തം കൊച്ചുമോളെ പോലെ തന്നെയാണ്. അഞ്ജന വരുന്നുണ്ടോ എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കാം അമ്മ എന്നും പറഞ്ഞ് ഭവാനി അഞ്ജനയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അഞ്ജനയോട് പറയും നിന്നെ മുത്തശ്ശി അന്വേഷിക്കുന്നു, എന്തിനാണ്? ആ ചായക്കടക്കാരിയുടെ വീട്ടിലേക്ക് പോവാൻ. എന്നിട്ട് അഞ്ജന ഭവാനിയോട് ചോദിക്കും ഈ ചായക്കടക്കാരി ഈ കിളവിയുടെ ആരാ? അവള് ചായക്കടക്കാരി ഇവിടുത്തെ ആരോ ആണ്, അവൾ അവകാശിയാണ്, അമ്മയ്ക്കും ഇളകിയോ? എന്നിട്ട് അഞ്ജന പറയും അമ്മേ അജയ് എവിടെ പോയതെന്നറിയോ? അവളുടെ വീട്ടിൽ. എനിക്ക് അജയെ വൈകാതെ നഷ്ടപ്പെടും. അപ്പം ഭവാനി പറയാണ് ഞാൻ അജയോട് സംസാരിക്കാം, നീ ടെൻഷൻ അടിക്കണ്ട. അങ്ങനെ ഭവാനി അജയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അജയ് കടന്നു വരുമ്പം ഭവാനി പറയും മോനെ എനിക്കൊരു 5 മിനിറ്റ് സംസാരിക്കാനുണ്ട്. എങ്കിൽ സംസാരിച്ചോളൂ ആൻറ്റി. എന്നിട്ട് ഭവാനി പറയും അവളെ എനിക്ക് ഭയമാണ്, എന്തിനും ഹോട്ട് ടെമ്പേർഡ്. അപ്പോൾ അജയ് ചോദിക്കും ആരുടെ കാര്യം ആൻറ്റി പറയുന്നത്? അഞ്ജന. അജയ്ക്ക് അറിയാവുന്നതല്ലേ അവളുടെ സ്വഭാവം, ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടാവും. വൈ? ഭൂമിയാണ് വിഷയം, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറയാം, ചായക്കടക്കാരിയാണ് വിഷയം എന്നൊക്കെ പറയുമ്പോൾ അജയ് പറയും അവളെ ഒരു കോഫി ഹൗസിൻ്റെ ഓണറാണ്, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഒക്കെ വേണ്ടേ? അജയ് നീ ഭൂമിയോട് ഇടപഴകുന്നതൊന്നും അഞ്ജനയ്ക്ക് ഇഷ്ടമല്ല, അവൾ കരുതുന്നത് അജയ്ക്ക് ഭൂമിയെ ഇഷ്ടമാണെന്നാ. അഞ്ജന വളരെ സെൽഫിഷാണ്, എന്ത് കാര്യത്തിൽ? ഭർത്താവ് എന്ന നിലയിൽ. ഞാൻ അവളുടെ ഭർത്താവല്ല, ഇനി ആവുകയില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ഭവാനി ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയും അവളെ എന്നല്ല എനിക്ക് മറ്റാരെയും സ്നേഹിക്കാൻ കഴിയില്ല, അതിന് കാരണം ആൻറ്റിക്കറിയാം നയന, അവളെ മറക്കാൻ എനിക്ക് ഈ ജന്മം പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഭവാനി അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് ഇങ്ങനെ അജയ് നയനയുമായിട്ടുള്ള പ്രണയരംഗങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നയനയുടെ ഒരു കവിതാ സമാഹാരം അജയ് ഇനാഗ്രേറ്റ് ചെയ്തതും അത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ അജയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് കാണിക്കുന്നത് ഭൂമിയുടെ വീട്ടിലേക്ക് കമാൽ ഇങ്ങനെ ഒളിച്ചും പാത്തും കടന്നു വരികയാണ്. അങ്ങനെ പിറകുവശത്ത് കൂടെ കടന്നു വന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മദ്യക്കുപ്പിയിൽ ബാക്കിയുള്ള മദ്യം എടുത്ത് കഴിച്ചിട്ട് നേരെ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഭൂമിയെയും അച്ചേട്ടനെയും വകവരുത്താനുള്ള ആ ഒരു വരവാണ് കമാൽ കടന്നു വരുന്നത്. ആ ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.